ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്രിപ്സി നോമാഡ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് സ്കോട്ട്ലൻഡിലോട്ടാണ്. നമ്മൾ ലണ്ടൻ സ്റ്റാൻസ്റ്റഡ് ടു എഡിൻബ്രോ ആണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. റയാനെയർ വഴിയായിരുന്നു. നല്ല ചീപ്പായിട്ടാണ് നമുക്ക് ടിക്കറ്റ് കിട്ടി. എനിക്കൊന്ന് ബോത്ത് സൈഡ് നമുക്ക് ഏകദേശം ഒരു 30 പൗണ്ട്സേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഓൾസോ നമ്മുടെ ഫ്ലൈറ്റ് മോർണിംഗ് 7:50 ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏർലി മോർണിംഗ് ഒരു 4:30 ഒക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. പക്ഷേ സമ്മറൊക്കെ ആയതുകൊണ്ട് മോർണിംഗ് 4 തൊട്ടേ നമുക്ക് അത്യാവശ്യം വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ട്. രാത്രി ഒരു 10 മണി വരെയൊക്കെ അത്യാവശ്യം നല്ല വെട്ടമുണ്ട്. നാട്ടിൽ IRCTC എൻ്റെ സെക്കൻഡ് ഹോം ആയിരുന്നു എന്ന് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ റയാനെയറും. ഭയങ്കര ചീപ്പായിട്ട് നമുക്ക് ഒത്തിരി രാജ്യങ്ങളിൽ പോകാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണിത്. എത്ര തവണ ഫ്ലൈറ്റിൽ പോയി എന്ന് പറഞ്ഞാലും ടേക്ക് ഓഫും ലാൻഡിങ്ങും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എപ്പോഴും ഞാൻ മൊബൈൽ ക്യാമറ ഓണാക്കി വെച്ചിങ്ങനെ സൈഡിലിരിക്കും. അങ്ങനെ ഒരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ എഡിൻബ്രോയിൽ ലാൻഡ് ചെയ്തു. നമ്മൾ എഡിൻബ്രോയിൽ നിന്നാണ് കാറ് റെൻറ്റിനെടുത്തേക്ക്. സോ നമ്മൾ എയർപോർട്ടിൻ്റെ അടുത്ത് നിന്ന് തന്നെ ഒരു ട്രാം എടുത്തിട്ട് എൻ്റർപ്രൈസിൻ്റെ അടുത്തേക്കുള്ള സ്റ്റോപ്പിലേക്ക് ഇറങ്ങുമായിരുന്നു. അങ്ങനെ രാവിലെ ഒരു 10:30 ആയപ്പോഴത്തേക്കിനും നമ്മൾ എൻ്റർപ്രൈസിലെത്തി. നമുക്ക് നമ്മുടെ കാറൊക്കെ കിട്ടി. ഇനി എഡിൻബ്രോയിൽ നിന്ന് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 5 hours ഓഫ് ജേർണി ഉണ്ട്. അപ്പോൾ രാവിലെ ഏർലി മോർണിംഗ് എണ്ണീറ്റ് കാരണം തന്നെ എല്ലാവരും കുറച്ച് ടയേർഡായിരുന്നു. നമ്മൾ ഈ എഡിൻബ്രോ ഓൾറെഡി വിസിറ്റ് ചെയ്തിട്ടുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ നമ്മൾ അത് വിസിറ്റ് ചെയ്തില്ല. കാരണം അത് ഒത്തിരി ഹെക്ടിക് ഒരു ട്രിപ്പായി പോകും. കാരണം ജോമിയുടെ പാരൻസ് ഒക്കെ ഉള്ളത് കാരണം നമുക്ക് ഒത്തിരി ഒരു ഹെക്ടിക് ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റോപ്പായ എവിടെ ഇറങ്ങിയേക്കുന്നത്? കെൽപീസിൽ 2 കുതിരയുടെ തല കാണാൻ വേണ്ടി ഇറങ്ങിയേക്കുക. ഞാൻ ഈ കുതിരയുടെ ഐതിഹ്യം എന്താ? ഈ കുതിര ഒരു കുതിരയാണ്. ഈ കുതിരയുടെ കൂടെ മറ്റൊരു കുതിര കൂടിയുണ്ട്. ആ കുതിരയാണ് അപ്പുറത്തുള്ള കുതിര. സോ ഇങ്ങോട്ടേക്കുള്ള എൻട്രി ഫ്രീ ആണ്. ഓൾസോ ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹോഴ്സ് സ്കൾപ്ചറാണ്. പകൽ ഇത് കണ്ടപ്പോൾ വലിയ ഭംഗിയൊന്നും തോന്നിയില്ലെങ്കിലും ഞങ്ങൾ ഗൂഗിൾ ചെയ്തപ്പോഴാണ് കണ്ടത് രാത്രി ഇത് ലൈറ്റപ്പ് ആവും. അപ്പോൾ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. അവിടെ തന്നെ ഉണ്ടായിരുന്ന കഫേയിൽ നിന്ന് നമ്മൾ ലൈറ്റായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നെക്സ്റ്റ് സ്റ്റോപ്പിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഇവിടുന്ന് ഇറങ്ങി അടുത്ത സ്റ്റോപ്പിലോട്ട് പോവാണ്. ഏതാണ് അടുത്ത സ്റ്റോപ്പ്? ഗ്ലെൻകോ. നമ്മൾ അടുത്തതായി പോകുന്നത് ഗ്ലെൻകോയിലാണ്. ഗ്ലെന്നല്ല ഞാൻ ഇപ്പോൾ പറഞ്ഞത്. സാരമില്ല, ഞാൻ പറയുമ്പോൾ വ്യൂവേഴ്സ് കൂടും, അതിനുവേണ്ടിയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമുക്ക് റോഡ് സൈഡിൽ ഒരു അടിപൊളി വ്യൂ കണ്ട് നമ്മൾ നിർത്തിയതാണ്. സോ ദിസ് ഈസ് ലോഗ് ലബ്നീക്. ഇത് ലോഗ് ലോമോണ്ടിൻ്റെ ഒക്കെ ഒരു പാർട്ടായിട്ട് വരുന്ന ഒരു സ്ഥലമാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. നമുക്ക് ഒത്തിരി നേരം അവിടെ സ്പെൻഡ് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ടൈം കൺസ്ട്രെയിൻസ് കാരണം നമുക്ക് അത്ര നേരം ഇരിക്കാൻ പറ്റിയില്ല. സമ്മറൊക്കെ ആയതുകൊണ്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. സോ നമ്മുടെ ടൗണൊക്കെ വിട്ട് ഇനി അങ്ങോട്ട് സ്കോട്ടിഷ് ഹൈലൻഡ്സ് തുടങ്ങുകയാണ്. ദ ബെസ്റ്റ് പാർട്ട് ഇത് ഡ്രൈവിംഗ് തന്നെയാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് രണ്ട് സൈഡും. നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ റെക്കോർഡ് ചെയ്യാൻ തോന്നും, അത്രയ്ക്ക് ഭംഗിയാണ്. ഞാൻ പോയേക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കുന്ന 2 സ്ഥലങ്ങളാണ് ലഡാക്കും സ്കോട്ട്ലൻഡും. രണ്ടിൻ്റെയും ടെറൈൻസ് ഏകദേശം ഒരുപോലെയാണ്, മൗണ്ടൻസും ലേക്സും. സ്കോട്ട്ലൻഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് മോർ ഗ്രീനറാണ്. സോ നമ്മൾ ഗ്ലെൻകോയിലെത്തി. ഗ്ലെൻകോയിലെ ഏറ്റവും കൂടുതൽ ഫോട്ടോഗ്രാഫ്ഡ് ആയിട്ടുള്ള 2 കോട്ടേജസ് ആണ്. ഒന്ന് ഈ കാണുന്നത്, ഇത് വി വൈറ്റ് ഹൗസ് എന്നാണ് പറയപ്പെടുന്നത്. ആൻഡ് ദിസ് ഈസ് അക്നബാത്തിക് കോട്ടേജ്. സോ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനത്തെ ഒരു വീട്ടിൽ താമസിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. ആൻഡ് ടു മൈ സർപ്രൈസ് ഇത്തവണത്തെ ട്രിപ്പിൽ നമ്മൾ സ്റ്റേ എടുത്തിരിക്കുന്ന ഇതുപോലത്തെ തന്നെ സിമിലർ ഒരു കോട്ടേജിലാണ്. സോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഹാരി പോട്ടർ ട്രെയിൻ കാണാൻ വേണ്ടി ഗ്ലെൻഫിനൻ വയാഡക്റ്റിൽ വന്നു. വെസ്റ്റ് കോസ്റ്റ് റെയിൽവേസിൻ്റെ സൈറ്റിൽ കയറിയാൽ നമുക്ക് അവരുടെ ടൈമിംഗ് അറിയാൻ പറ്റും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റിയില്ല. അന്ന് എന്തോ ഒരു ആക്സിഡൻറ്റോ മറ്റോ സംഭവിച്ചായിരുന്നു. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 1 hour അവിടെ വെയിറ്റ് ചെയ്തു ട്രെയിൻ കാണാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ നമുക്ക് കാണാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഒരു 7 PM ആയി. അപ്പോഴാണ് ജോമി നമ്മളോട് ആ തക്ത സത്യം പറയുന്നത്, ഇനിയും ഒരു 4 മണിക്കൂർ ഡ്രൈവിംഗ് കൂടി ഉണ്ടെന്ന്. അത് കേട്ട് എല്ലാവരുടെയും കിളി പോയി. കാരണം നമ്മൾ രാവിലെ 4 മണിക്ക് വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. സോ ഇവിടെ ഇപ്പോൾ സമയം രാത്രി 9:45.
ആയില്ലേ? ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വന്നതാണ്. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ സ്റ്റേയിലേക്ക് പോയി. പക്ഷേ സ്റ്റേയിലേക്ക് എത്തിയപ്പോൾ തന്നെ രാത്രി ഒരു 11:30 ഒക്കെ ആയിരുന്നു. ഓൾമോസ്റ്റ് ഭയങ്കര ഇരുട്ടായി. അത് കാരണം പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. സോ ഗൈസ്, ഇന്ന് ഡേ 2 ആണ്. സോ ഈ സ്കോട്ട്ലൻഡ് ഭയങ്കര ഹൈ ഓൾട്ടിറ്റ്യൂഡിലായതുകൊണ്ട് പകലൊക്കെ ഭയങ്കര വെയിലും ചൂടും, രാത്രി ഭയങ്കര തണുപ്പുമാണ്. സോ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ നെക്സ്റ്റ് 3 ഡേയ്സിലേക്കുള്ള നമ്മുടെ വീട്. രാവിലെ കണ്ടപ്പോൾ ഭയങ്കര രസമായിരുന്നു. പക്ഷേ രാത്രി ഇതൊന്നും അല്ലായിരുന്നു അവസ്ഥ. ആ ഏരിയയിലെങ്ങും ആരും ഉണ്ടായിരുന്നില്ല. ഫുൾ ഇരുട്ടും അങ്ങനെയൊക്കെ ആയപ്പം ഈ വീട് എടുത്തത് തന്നെ ഒരു മണ്ടത്തരായിരുന്നു എന്നൊക്കെ നമ്മൾ രാത്രി ആലോചിച്ചായിരുന്നു. എനിക്കാണെങ്കിൽ ആരാണ്ട് ആടിന് കൈവശം തന്നോല്ല, ഞാൻ ഫുൾ ടൈം ഫോണും പിടിച്ച് ഇതുങ്ങളുടെ പുറകെ നടക്കുകയായിരുന്നു. നമ്മുടെ വീട് കാർബോസിലാണ്. അതിൽ തന്നെ ഏറ്റവും ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു പ്ലേസിലായിരുന്നു നമ്മുടെ വീട് ഇരിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു വാട്ടർഫോൾസും അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഓയിസ്റ്റർ ഷെഡ് എന്ന് പറഞ്ഞൊരു ഫേമസ് റെസ്റ്റോറൻറ്റും പിന്നെ ടാലിസ്കർ ഡിസ്റ്റിലറിയും ഉണ്ടായിരുന്നു. നമ്മൾ ടാലിസ്കർ ഡിസ്റ്റിലറി, ഇവിടെയാണ് ടാലിസ്കർ കുപ്പികൾ ഉണ്ടാക്കുന്നത്. ഇവിടെയാണ്. ഈ വെള്ളത്തിലാണ് ടാലിസ്കർ ഉണ്ടാക്കുന്നതെന്നാണ് ജോസഫൻ പറയുന്നത്. ഇവിടെ നല്ല ഈ വെള്ളത്തിലാണ് ഇവിടെ ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റിയ ഒരു വിസിറ്റർ സെൻറ്റർ ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം. സോ ഇതൊക്കെ ഇവിടുത്തെ ഏറ്റവും വില കൂടിയ കുപ്പികളാണ്. ഒരു കുപ്പിക്ക് തന്നെ 6000 pounds ഒക്കെയാണ്. ഓൾസോ ഇവിടെ നമുക്ക് വിസ്കീസൊക്കെ ട്രൈ ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അപ്പം ജോമിയുടെ പപ്പയ്ക്ക് വേണ്ടി നമ്മളൊരു 3 വിസ്കീസ് ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചു. ജോമി ഓൾറെഡി വിസ്കി ടൂറിൽ പോയതുകൊണ്ട് വിസ്കീസൊക്കെ എങ്ങനെയാണ് ട്രൈ ചെയ്യേണ്ടതെന്നൊക്കെ അപ്പനെ പഠിപ്പിക്കാനുള്ള ശ്രമമാണ് നമ്മൾ ഇനി കാണുന്നത്. ഇനി അതിനകത്ത് തുള്ളി വെള്ളം ഒഴിക്കണം. ഒന്നല്ല, 1-2 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. ഇതല്ലേ കുടിച്ചാൽ ഒന്നുകൂടെ ഇളക്കണം. ഇങ്ങനെ ഇളക്കണം. എന്നിട്ട് മാത്രം എന്തെങ്കിലും ഡിഫറൻസ് ഉള്ളത്, എന്നിട്ട് ഒന്നുകൂടെ പിടിക്കുക. പതുക്കെ കുടിക്കുന്നവരൊക്കെ നോക്കുന്നു. പൗര്യം സാഗൊന്നും തന്നെ. അങ്ങനെ ജോമിയുടെ ബോറിംഗ് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ താഴത്തെ ബീച്ചിലൊക്കെ വന്നിരുന്ന് കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ പോട്രിയിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. സോ നമ്മളിപ്പം ടാലിസ്കർ ഡിസ്റ്റിലറി എന്നൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ പോട്രിയുടെ സിറ്റി സെൻറ്ററിലോട്ട് വന്നേക്കുക. നമുക്ക് കുറച്ച് ഫുഡും കഴിക്കാം. പിന്നെ ഇവിടെ കുറച്ച് കളർഫുള്ളായിട്ടുള്ള ഒരു ടൗണുണ്ട്. അപ്പം അതൊക്കെ കാണാൻ വേണ്ടി വന്നതാണ്. ഐലോസ്കയിലെ ഏറ്റവും ടൂറിസ്റ്റി ആൻഡ് മോസ്റ്റ് വിസിറ്റഡ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ടൗൺ ആണ് പോട്രി എന്ന് പറയുന്നത്. ഭയങ്കര കളർഫുള്ളാണ് ഇതിൻ്റെ ആർക്കിടെക്ചേഴ്സൊക്കെ. ഇവിടുന്ന് കുറേ ബോട്ട് ടൂഴ്സൊക്കെ അവൈലബിൾ ആണ്. വെയിൽ വാച്ചിങ്, പഫിൻ വാച്ചിങ്, അങ്ങനത്തെ കുറേ ടൂഴ്സൊക്കെ അവൈലബിൾ ആണ്. ഇവിടെ വന്നാൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് ഫിഷ് ആൻഡ് ചിപ്സ്. വേറൊരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കടകളിലൊന്നും കാർഡ്സ് അക്സെപ്റ്റ് ചെയ്യത്തില്ല. സോ നമ്മളെപ്പോഴും കാശ് കൊണ്ട് നടക്കണം. ഓൾസോ ഇവിടുത്തെ കടകളെല്ലാം ഭയങ്കര എക്സ്പെൻസീവുമാണ്. സോ നമ്മൾ ചൈനീസ് ഫുഡൊക്കെ കഴിച്ച് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റോപ്പിലേക്ക് പോവുകയാണ്. സോ നമ്മൾ പോട്രിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നെക്സ്റ്റ് സ്റ്റോപ്പ് വന്നിരിക്കുന്നത് നീസ്റ്റ് പോയിൻ്റ് ആണ്. അതൊരു ലൈറ്റ് ഹൗസൊക്കെ പോലത്തെ ഒരു സംഭവമാണ്. ഇങ്ങോട്ട് നോക്കൂ ഗായ്സ്, നോക്കി വീടല്ലേ. ഇവിടെ വന്ന കടലും ആകാശവും മൗണ്ടൻസും എല്ലാം ഒത്തുചേരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരു ചെറിയ ഷോർട്ട് ഹൈക്കാണുള്ളത്. ആ മലമണ്ടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നീസ്റ്റ് ലൈറ്റ് ഹൗസ് കാണാൻ പറ്റും.
ഇവിടെ വന്നാൽ പോവാനേ തോന്നത്തില്ല, കിട്ടില്ല സ്ഥലം കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു 1 hour ഒക്കെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചിറങ്ങി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി തിരിച്ചിറങ്ങുന്ന വഴിക്ക് എന്തോ ഒരു ആക്സിഡൻ്റ് ഒക്കെ നടന്നിട്ട് വലിയൊരു ബ്ലോക്കും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ എയർലിഫ്റ്റ് ചെയ്യുന്ന കാഴ്ചകളൊക്കെ ആയിരുന്നു കാണുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് ഫുഡൊക്കെ പാഴ്സലെടുത്ത് രാത്രി ഒരു 10 ഒക്കെ ആയപ്പോൾ വീട്ടിലെത്തി. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് സ്വന്തമായിട്ട് ഗെയിം റൂംസ് ഉണ്ട്. സോ നമ്മൾ കുറച്ച് നേരം അവിടെ കളിച്ച് ചിരിച്ചൊക്കെ നടന്നിട്ട് നമ്മൾ കിടന്നുറങ്ങാൻ പോയി. ഞങ്ങൾ അമ്മയുടെ അപ്പനെ വീട്ടിലിട്ടിട്ട് ഓൾഡ് മാൻ ഓഫ് സ്റ്റോർ ട്രക്ക് ചെയ്യാൻ പോവാ. അതിനൊക്കെ ഓൾറെഡി ടയർഡായി. സോ നമ്മൾ രാവിലെ ഒരു 9 മണിയൊക്കെ ആയപ്പം ഇറങ്ങി ഓൾഡ് മാൻ ഓഫ് സ്റ്റോറിലോട്ടാണ് പോകുന്നത്. നമ്മൾ ഡീസലൊക്കെ അടിച്ചിട്ട് കുറച്ച് സ്നാക്സും സാൻഡ്വിച്ചും ഒക്കെ വാങ്ങിച്ചിട്ട് പോവാണ്. ബിക്കോസ് ഇതൊരു ട്രക്കാണ്. നമ്മൾ ലാസ്റ്റ് ടൈം വന്നപ്പം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാഞ്ഞൊരു ട്രക്കാണ്. ഇത്തവണ എങ്ങനെയും കംപ്ലീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് വ്യൂ എങ്ങനെയുണ്ട്? അങ്ങനെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് നടക്കാൻ തുടങ്ങി. ഇനി ഒരു 2-2.5 മണിക്കൂർ അങ്ങ് നടക്കുക. അങ്ങ് കാണുന്ന ആ മലയുടെ മണ്ടയ്ക്കാണ് നമുക്ക് കയറേണ്ടത്. പകുതി ആയപ്പോഴത്തേക്കും ജോമി തീർന്നു. ഇത് ഓൾമോസ്റ്റ് ഒരു 7 kilometers ട്രെക്കുണ്ട് അപ്പ് ആൻഡ് ഡൗൺ. നമ്മളൊരു ഹാഫ് വേ ആയിട്ടേ ഉള്ളൂ. ഇനിയും അത്രയും ദൂരം പോയി ആ മലയുടെ മണ്ടയ്ക്ക് കയറണം. നോക്ക് ജീന, അഭിനയിക്കു ജീന, നടക്കൂ ജീന. ഒരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ ടോപ്പിലെത്തി. ആ കാണുന്നതായിരുന്നു നമ്മുടെ പാർക്കിങ്. സോ ഇത്രയും നമ്മൾ നടന്നു. പിന്നെ ക്ലൈമറ്റ് വലിയ ചൂടില്ലാഞ്ഞുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല. പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ അമ്പരച്ചുംബികളായ മലകളൊക്കെ കണ്ടിരുന്ന് കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് കാർ പാർക്കിങ്ങിൽ പോയി. നമ്മൾ പോട്രിയിൽ ചെന്നിട്ട് അവിടുന്ന് കുറച്ച് ഫുഡൊക്കെ പിക്കപ്പ് ചെയ്തിട്ട് നമ്മൾ വണ്ടിയിലിരുന്ന് ഫുഡ് കഴിക്കുമായിരുന്നു. സോ നമ്മുടെ ട്രിപ്പ് നാളെ തീരുവാ. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഒരു ഡേറ്റ് നൈറ്റിന് പോകാമെന്ന് വിചാരിച്ചു. ഇന്നും 9:30 പെട്ടെന്ന് പോലും പോയിട്ടില്ല. എന്തൊരു സ്ഥലമാണ് ഇത്. എത്ര കണ്ടാലും മടുക്കാത്ത ഒരു സ്ഥലം. എപ്പം വന്നാലും ഒരു രസമാണ്. അടുത്തൊരു വ്ലോഗുമായി കാണുന്നവരെ ബൈ. ബൈ.